ഇന്ന് പാറുക്കുട്ടിയുടെ മുറിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലായിട്ടാണ് ഈ ഒരു റൂം. അപ്പോൾ അതുകൊണ്ട് നൈറ്റിൽ നമുക്ക് ബെഡ്റൂമായിട്ടൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. വീടിന് വെളിയിലായതുകൊണ്ട് പാറുക്കുട്ടി അവളുടെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നതും ഡ്രോയിങ്സും പെയിൻറ്റിങ്സൊക്കെ ചെയ്യുന്നതും നറുങ്ങ് പിറുങ്ങ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഈ മുറിയിലാണ്. അവളുടെ സ്റ്റഡി റൂമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഞാനൊരു ഷോ പീസായിട്ട് വാങ്ങിച്ച ഒരു മുറുക്കാഞ്ചെല്ലാണ്. അതിനകത്ത് എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്ലേ മോഡൽസ് ആണെന്ന് തോന്നുന്നുണ്ട്. സാൻഡ്വിച്ച്, ബർഗർ, പിന്നെ ഒരു പാണ്ട, പിന്നെ ഒരു സ്നോമാൻ, പിന്നെ ഒരു കോഴിക്കുട്ടീനെ ഉണ്ടാക്കിയത് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്ക് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമത്തെ ഫ്ലവേഴ്സൊക്കെ കാണാൻ എന്ത് പെർഫെക്റ്റാന്ന് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ അതിനകത്ത് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വേറെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ഫ്രണ്ട്സിന് കൊണ്ട് കൊടുക്കൽ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഇതൊരു പൈൻ ട്രീയുടെ പീസാണ്. എവിടെയോ ടൂറ് പോയപ്പോൾ പറിച്ചെടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇത് പല സൈസിൽ പല ഷേപ്പിൽ വരുന്ന പഞ്ചിങ് മെഷീനുകളാണ്. ഇതൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ കാർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട്. അതൊക്കെ ആർക്കൊക്കെയോ കൊണ്ടു കൊടുത്തു. ഇത് നീഡിൽ വർക്കാണ്. ഒന്നും മുഴുവൻ പൂർത്തിയാക്കില്ല. കണ്ടോ, വരച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഫ്ലവേഴ്സ് തുന്നി വെച്ചിരിക്കുന്നതാണ്. കുറേ സമയം എടുത്ത് ഇരുന്നിങ്ങനെ ചെയ്യും, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കില്ല. ഇതിലും വരച്ച് വെച്ചിട്ടുണ്ട് പെൻസിൽ കൊണ്ട്, ലീഫൊക്കെ, അതൊന്നും ചെയ്തിട്ടില്ല. നല്ല വെൻറ്റിലേഷനുള്ള രണ്ട് സൈഡിലും ജനലുകളുള്ള നല്ല വെളിച്ചമുള്ളൊരു മുറിയാണിത്. BTSൻ്റെ ഭയങ്കര ഫാനാണ് പാറു. അവരുടെ മ്യൂസിക് ബാൻഡിൽ ഒരുവിധം എല്ലാ ആളുകളെയും വരച്ചിട്ടുണ്ട്. ഇത് പാർവതിയുടെ ഡ്രോയിങ് ബുക്സാണ്. ഇതിനകത്ത് കണ്ണും മൂക്കും ചുണ്ടൊക്കെ വരയ്ക്കാനാണ് ഭയങ്കര ഇഷ്ടം. ആളുകളെ വരയ്ക്കാനാണ് ഇഷ്ടം. സീനറീസൊക്കെ വരയ്ക്കൽ കുറവാണ്. പക്ഷേ ഈ ആളുകളെ വരയ്ക്കുന്നതിന് ആർട്ടിസ്റ്റുകളെ എന്തോ ഒരു പേര് പറയും. അവളുടെ ഡ്രോയിങ് മിസ്സ് തിരിച്ചറിഞ്ഞു പാറുക്കുട്ടിക്ക് മനുഷ്യന്മാരെ വരയ്ക്കാനാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. കൂടുതലും വരയ്ക്കുന്നത് ഇതുപോലത്തെ പിക്ചേഴ്സാണ്. ഇത് പാറുക്കുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ ഡ്രോയിങ് ബുക്കാണ്. അതിനകത്ത് അതിൻ്റെ ബേസായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ആംഗിൾസും എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ്. അതുപോലെ കളറിങ്ങിൻ്റെ സെക്ഷൻ ബൈ സെക്ഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡ്രോയിങ് ബുക്ക് കാണുന്നത്. ഇത് പാറുക്കുട്ടി ആദ്യമായിട്ട് വരച്ച ഒരു മനുഷ്യ ചിത്രം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ആദ്യമായിട്ട് വരച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് അല്ല. കണ്ടോ, ഇത് മറ്റേ കൊറിയൻ മ്യൂസിക് ബാൻഡിലെ ആളുകളാണ്. ഇത് നന്നായിട്ട് ഷെയ്ഡിങ് പഠിപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സീനറീസ് വരയ്ക്കൽ കുറവാണ്. ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെ വരയ്ക്കാനാണ് ഇഷ്ടം. ഇതൊരു ചുവർ ചിത്രം. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇതെന്നെ വരയ്ക്കാൻ ശ്രമിച്ചതാണ് ഒരിക്കൽ. ഇതൊക്കെ മ്യൂസിക് ബാൻഡിലെ ആൾക്കാരാണ്. ഇത് നമ്മുടെ KGF. അങ്ങനെ കുറേ ഉണ്ട്. കളറിങ്ങും ചെയ്തിട്ടുണ്ട്. ക്രയോൺസ് വെച്ചിട്ടും വാട്ടർ കളർ വെച്ചിട്ടും ഓയിൽ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ആൾ. പക്ഷേ ഒരു ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ വയ്ക്കും. അതാണ് കുഴപ്പം. കുറേ പെൻസിൽ ഡ്രോയിങ്സ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇരുന്ന് നോക്കും. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വരയ്ക്കാനൊക്കെ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് വരയ്ക്കുമായിരുന്നു. ഒരുപാട് റെക്കോർഡൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു. എൻജിനീയറിങ്ങും അതൊക്കെ എടുത്ത ആൾക്കാർ, കുട്ടികൾ വരും, ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ വരുമായിരുന്നു. പണ്ട് റെക്കോർഡും കൊണ്ട് വരുമായിരുന്നു. അവർക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് പാറു പെയിൻറ്റിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യുന്നത്. അവൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഞാൻ. അങ്ങനൊരു കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട്. ആർക്കും ഒരു ശല്യമില്ലാണ്ട് ആ മുറിയിലിരുന്ന് ആ കുട്ടി അവളുടേതായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കും അതിനകത്ത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പാറുവിൻ്റെ മുറി ഞാൻ അടക്കി പെറുക്കി വെച്ചാലേ ഇതുപോലെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ വലിച്ചു വാരി ഇടുക കുട്ടി.